ഡോക്ടർ മേരി ജോർജ്, ശ്രീ ആബിദ് പറഞ്ഞതുപോലെ പല പദ്ധതികളും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് ഈ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തീകരിക്കുകയായിരുന്നു. ചാണ്ടി ഉമ്മൻ നിയമസഭയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അവസാനിച്ച പദ്ധതികൾ ചൂണ്ടിക്കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ കാര്യമായ പദ്ധതികളില്ല എന്നുള്ളതാണ് മറുപടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ കൊട്ടിഘോഷിക്കുന്ന പദ്ധതികൾ കേരളത്തിൽ നടപ്പായത് തന്നെയാണോ? ഇത് സാധാരണക്കാരന് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളാണോ നടപ്പാക്കിയിട്ടുള്ളവ? വിഴിഞ്ഞം പദ്ധതിയുടെ തറക്കല്ലിട്ടത്, അതായത് അത് തുടക്കം കുറിച്ചത് 2015-ലായിരുന്നു. 2015-ൽ അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ അതങ്ങനെ തുടക്കം കുറിച്ചു എന്ന് മാത്രമല്ല, 2019 ആദ്യ സ്റ്റേജ് പൂർത്തിയാകും എന്ന രീതിയിലാണ് തീരുമാനിച്ചിരുന്നത്, മുൻപോട്ട് പോയിരുന്നത്. പക്ഷേ നമ്മൾ ഓർക്കണം, 2025 മാത്രമാണ് ആ ആദ്യ സ്റ്റേജ് ഫിനിഷ് ചെയ്യാൻ LDF ഗവൺമെന്റിന് കഴിഞ്ഞത്. ഇതുപോലെ പറഞ്ഞതെല്ലാം ഒന്നും നടപ്പാക്കാതെ മുന്നണി, അതായത് UDF കൊണ്ടുവന്ന പദ്ധതികളുമായി മുന്നോട്ട് പോയിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കൽ മാത്രമാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. ഈ ഗവൺമെന്റ് ഇനി 5 വർഷം കൊണ്ട് ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നറിയാമോ? കേരളം വെസ്റ്റ് ബംഗാളായിട്ട് മാറും. കേരളം വെസ്റ്റ് ബംഗാളായിട്ട് മാറിയാല് എന്താ സംഭവിക്കുക? വെസ്റ്റ് ബംഗാളികളുടെ അടുപ്പിൽ തീ പുകയുന്നത് കേരളത്തിൽ വന്ന് പണി ചെയ്തിട്ടാണ്. കേരളത്തിലുള്ളവർ എവിടെ പോകും കേരളത്തിലെ തീ പുകയാൻ വേണ്ടി? അത്തരം ഒരു ദുരവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണ് ഈ LDF ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ചെയ്തിരിക്കുന്നത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.